സിനിമ ഗ്രാഫ് എങ്ങനെ ചെയ്യാന്നുള്ളതാണ്. സിനിമ ഗ്രാഫ് എന്ന് പറയുന്നത് ഒരു ഫോട്ടോ എന്ന് തോന്നിക്കുന്ന ഒരു വീഡിയോ ആണ്. ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും ഒരു ചലനം സംഭവിക്കുന്നുണ്ടായിരിക്കാം. ഈ വീഡിയോ റിപ്പീറ്റ് ചെയ്ത് പ്ലേ ചെയ്യുകയാണെങ്കിൽ ഈ ചലനം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതായിട്ട് ഒരു ഇല്യൂഷൻ ഉണ്ടാവും. അപ്പം ഇതാണ് പൊതുവെ സിനിമാഗ്രാഫ് എന്ന് പറയുന്നത്. സാധാരണ ജിഫ് ഫോർമാറ്റിലൊക്കെ ഇന്റർനെറ്റിലും മറ്റും കാണാറുണ്ട് ഇങ്ങനെയുള്ള സിനിമാഗ്രാഫുകൾ. അപ്പോൾ നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്, ഇതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന പ്രോഗ്രാം എന്ന് പറയുന്നത് നാട്രോൺ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ്. നമ്മുടെ വീഡിയോ ഇവിടെ ഉണ്ട്. ഈ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അതല്ലാതെ തന്നെ നിങ്ങൾക്ക് തന്നെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഇത് ഇങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യാനാണ് എന്തൊക്കെ ചെയ്യേണ്ടി വരുമെന്ന് ഞാൻ പറഞ്ഞുതരാം. ട്രൈപോഡ് ഉണ്ടെങ്കിൽ ട്രൈപോഡിൽ ഷൂട്ട് ചെയ്യാം. അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു നല്ല ഒരു സ്ഥലം നോക്കിയിട്ട്, അതായത് ക്യാമറ നിങ്ങൾ റെക്കോർഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണം അത് ഏതാണെങ്കിലും അതൊരു സ്റ്റേബിൾ ആയിട്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് വെച്ച് റെക്കോർഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇതാണ് നമ്മുടെ വീഡിയോ ഇരിക്കുന്നത്. നമുക്ക് ആദ്യം വീഡിയോ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ടർബൈൻ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാം ഫ്രീസ് ചെയ്യാനും ഈ ടർബൈൻ മാത്രം കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമാഗ്രാഫാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ആദ്യം ഇത് കണ്ടുപിടിക്കേണ്ടത് ഇതിൻ്റെ ഒരു ലൂപ്പാണ്. അതായത് ഈ ടർബൈൻ്റെ ഈ ഒരു ബ്ലേഡ് ഇങ്ങനെ കറങ്ങി വന്നിട്ട് ആ ഒരു പൊസിഷൻ എത്തുന്ന ഒരു സമയമുണ്ടല്ലേ, അപ്പം അതാണ് ഒരു ലൂപ്പ് എന്ന് പറയുന്നത്. അതായത് ആ ഒരു പൊസിഷൻ നമുക്ക് ആ ബ്ലേഡ് എത്തിക്കഴിഞ്ഞാൽ ആ ഒരു ഭാഗം, അതായത് ആ ബ്ലേഡ് തന്നെ, അതായത് ആദ്യം ഇരിക്കുന്ന ബ്ലേഡ് കറങ്ങി അവിടെ തന്നെ എത്തുന്ന ഭാഗമാകുമ്പോൾ നമുക്ക് എൻഡ് പോയിന്റ് വെക്കാം. എന്നിട്ട് ഇത് അവിടെ തൊട്ട് പിന്നെ ആദ്യം തൊട്ട് പ്ലേ ആണെങ്കിൽ തീർച്ചയായും ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നതായിട്ട് തോന്നും. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. ആദ്യം നമുക്ക് ഇതിനെ ഇമേജ് സീക്വൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യേണ്ടി വരും. കാരണം നാട്രോണിൽ വന്നിട്ട് വീഡിയോ സപ്പോർട്ട് ചെയ്യുമെങ്കിലും നിങ്ങൾ അതിനകത്ത് ഇടാൻ പോകുന്ന വീഡിയോ അത് ഏത് ഫോർമാറ്റ് ആണെന്ന് എനിക്കറിയത്തില്ല. അപ്പം ചിലപ്പം ചില വീഡിയോ ഫോർമാറ്റുകളൊന്നും നാട്രോൺ സപ്പോർട്ട് ചെയ്യാറില്ല. അന്നേരം എന്തെങ്കിലും എറർ മെസ്സേജ് ഒക്കെ വരും, അല്ലെങ്കിൽ പെർഫോമൻസ് ഇഷ്യൂസും ഒക്കെ വരാറുണ്ട്. അപ്പം നമുക്ക് ബ്ലെൻഡർ ഉപയോഗിച്ച് ആദ്യം നമുക്ക് ഈ വീഡിയോ വന്നിട്ട് ഒന്ന് കൺവേർട്ട് ചെയ്യാം. ഇതാണ് ബ്ലെൻഡർ. ബ്ലെൻഡറിനകത്ത് വീഡിയോ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് നോക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് നമുക്ക് വീഡിയോ എഡിറ്റിംഗ്, വീഡിയോ സീക്വൻസർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് അങ്ങനെ എടുക്കാൻ പറ്റും. അതല്ലാതെ തന്നെ പുതിയ ബ്ലെൻഡറിലല്ല ഇങ്ങനെ ഒരു ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. ഇങ്ങനെ ലേഔട്ട്സ് ഇങ്ങനെ മാറ്റാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പം ഇവിടെ കൊണ്ടുവന്നിട്ട് മൗസിലെ മിഡിൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ നീക്കാമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു പ്ലസ് ചിഹ്നം വരും. ആ പ്ലസ് ചിഹ്നത്തിൽ ചെല്ലാമെങ്കിൽ വീഡിയോ എഡിറ്റിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അവിടെ വീഡിയോ എഡിറ്റിംഗ് എന്ന ഓപ്ഷനിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊരു നല്ലൊരു ലേഔട്ട് നമുക്ക് ഓൾറെഡി തന്നെ ബ്ലെൻഡർ തയ്യാറാക്കി തരും. ഓക്കെ, ഇനിയും വീഡിയോ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്? വളരെ എളുപ്പമാണ്. ഇവിടെ ആഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ മൂവി എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് കൊടുക്കാം. എന്നിട്ട് വീഡിയോ എവിടെയാണോ കിടക്കുന്നത് അവിടെ ചെല്ലുക, സെലക്ട് ചെയ്യാം, എന്നിട്ട് ആഡ് മൂവി സ്ട്രിപ്പ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. ഓക്കെ, അപ്പം വീഡിയോ ആഡ് ചെയ്ത് കഴിഞ്ഞു. പുതിയ ബ്ലെൻഡറിൽ ഒരു പ്രത്യേകതയുണ്ട്, ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ പ്രോസസ് ആണെങ്കിൽ ബിൽഡ് ചെയ്യും. അപ്പം നേരത്തെ ബ്ലെൻഡറിലൊന്നും ഈ ഒരു പ്രോസസ് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ടായിരുന്നു. ഇപ്പം ഇവിടെയാണ് പ്രോസസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. ഇതിപ്പോൾ ഓട്ടോമാറ്റിക് ആണ്. പുതിയ ബ്ലെൻഡറിലെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് പ്രോസസ് എല്ലാം ബിൽഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, പ്രോസസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ലോ റെസൊല്യൂഷൻ വീഡിയോ ആണ്. അപ്പം ഇത് പെർഫോമൻസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പെട്ടെന്ന് പ്ലേ ബാക്കിനൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് പ്രോസസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ശരിക്കും നല്ല ലെങ്ത് ഉണ്ട്. ഇവിടെ നിന്നും ഇവിടെ വരെയാണ് തീരുന്നത്. ഏകദേശം 1079 ഫ്രെയിം മറ്റുമാണ് ഇത് തീരുന്നത്. പക്ഷേ ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇവിടെ ഒരു ചെറിയ ലൈൻ ഇങ്ങനെ പോയിട്ടുണ്ട് അല്ലേ. ഇതിന്റെ അർത്ഥം ഇവിടെ വരെയാകുമ്പം വീഡിയോ തീരുമെന്നാണ്. നമുക്ക് ഇത്രയും വീഡിയോ വേണ്ട എങ്കിലും നിങ്ങൾക്ക് അങ്ങനെ വീഡിയോ വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, വ്യൂവിനകത്തല്ല, അവിടെ റേഞ്ച് ഉണ്ട്. കണ്ടില്ല, റേഞ്ച് എന്നിട്ട് അവിടെ സെറ്റ് ഫ്രെയിം റേഞ്ച് ടു സ്ട്രിപ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതാ ഇവിടെ വരെ നമുക്ക് ആ വീഡിയോ മൊത്തമായിട്ട് റെൻഡർ ചെയ്യാവുന്ന രീതിയിൽ ആക്കി മാറ്റാൻ പറ്റും. അതായത് ഇവിടെയാണ് ഇപ്പോൾ നമ്മുടെ എൻഡിങ് പോയിന്റ്. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ഏകദേശം 1075 കാണിക്കുന്നത്. ഓക്കെ, ഇതല്ലാതെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് മാനുവലായിട്ട് ടൈപ്പ് ചെയ്യാന്നുള്ളൂ. ഇപ്പം എനിക്ക് ഏകദേശം ഒരു 200 ഫ്രെയിംസ് മതി. കാരണം 200 ഫ്രെയിംസിനുള്ളിൽ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന ബ്ലേഡ് കറങ്ങി തിരിഞ്ഞ് അവിടെ എത്തും. ഓക്കെ, അപ്പോൾ 200 താഴെയാണ് വേണ്ടത് എങ്കിലും നമുക്കൊരു 200 എടുക്കാം. ശേഷം നമുക്ക് ഇവിടെ ഒരു മൗസ് കൊണ്ട് വെച്ചാൽ ഇങ്ങനെ ഒരു ആരോ കിട്ടും, ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. നമുക്ക് ഇവിടെയാണ് പ്രോപ്പർട്ടീസ്. ഓക്കെ, ഈ പ്രോപ്പർട്ടീസ് ചെന്ന് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ഇത് PNG ആയിട്ട് വേണം നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ. PNG എന്ന് പറയുമ്പോൾ നമുക്ക് ഇമേജ് സീക്വൻസ് ആയിട്ട് വേണം എക്സ്പോർട്ട് ചെയ്യാൻ. ഇവിടെ JPEG ഫോർമാറ്റ് ഉണ്ട്, JPEG എടുക്കരുത്. കാരണം JPEGന് ഒരു കുഴപ്പമുണ്ട്, പിന്നെയും എഡിറ്റ് ചെയ്യുമ്പോൾ JPEGന്റെ ക്വാളിറ്റി കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് വേണ്ടത് PNG ഫോർമാറ്റ് ആണ്. അപ്പോൾ PNG ഞാൻ ഓൾറെഡി തന്നെ അത് PNG അവിടെ കിടപ്പുണ്ട്. പിന്നെ ഇവിടെ കംപ്രഷൻ ആണ്.
കംപ്രഷൻ അത് തന്നെ കിടക്കട്ടെ. കാരണം കംപ്രഷൻ നമുക്ക് കൂട്ടാം, എങ്കിലും PNGയിലെ സാധാരണ രീതിയിൽ അതിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടത്തില്ല, പക്ഷേ റെൻഡർ ചെയ്യാൻ സമയം എടുക്കും. ഓക്കെ, അപ്പം അത് അങ്ങനെ തന്നെ കിടക്കട്ടെ. 15% വേണമെങ്കിൽ നമുക്ക് കുറയ്ക്കാം, പക്ഷേ അതനുസരിച്ച് അതിൻ്റെ ഫയലിൻ്റെ സൈസ് കൂടുന്നതായിരിക്കും. ഓക്കെ, പിന്നെ നമുക്ക് സെറ്റ് ചെയ്യേണ്ട ഫ്രെയിം റേറ്റ് ആണ്. ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഫ്രെയിം റേറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. വീഡിയോ ലോഡ് ചെയ്തപ്പോൾ തന്നെ അവിടെ 30 ഫ്രെയിം റേറ്റ് ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതല്ലാതെ തന്നെ നമുക്ക് മാനുവലായിട്ട് കസ്റ്റം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫ്രെയിം റേറ്റ് ടൈപ്പ് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമ്മൾ എല്ലാം സെറ്റാണ്. പിന്നെ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ ഒരു ഓപ്ഷനാണ്, അതിനെന്താ വിളിക്കുന്നത്, റെൻഡർ പ്രോപ്പർട്ടീസ്. ഓക്കെ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ കളർ മാനേജ്മെൻറ്റിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ നോക്കുക, ഇവിടെ വ്യൂ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അവിടെ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. നേരത്തെ ഉള്ള ബ്ലെൻഡറിലൊക്കെ വന്നിട്ട് ഫിലിമിക് അല്ലെങ്കിൽ ഫിലിമിക് ലോക്ക് ആയിരുന്നു കിടന്നത്. അത് കിടക്കുമ്പോൾ ഒരു കളറിന് ചെറിയ വ്യത്യാസം ഉണ്ടായിരിക്കും, കണ്ടില്ലേ, ഫിലിം ലോക്ക് ഫിലിമിക്, ചെറിയൊരു വ്യത്യാസമായിരിക്കും, നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കത്തില്ല. ഇപ്പം പുതിയതായിട്ട് വരുന്ന ബ്ലെൻഡറിലെല്ലാം ഇത് സ്റ്റാൻഡേർഡ് ആണ്, ഡിഫോൾട്ടായിട്ട് കിടക്കുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് എക്സ്പോർട്ട് ചെയ്യുന്നതെന്നുള്ളത്. നമുക്ക് ആദ്യം ഈ സ്ഥലം വേണം. ഇപ്പം നമ്മുടെ ഔട്ട്പുട്ട് വന്നിട്ട് ടെമ്പററി ഫോൾഡറിനകത്താണ്. വിൻഡോസിലാണെങ്കിൽ വിൻഡോസിൽ ഒരു ടെമ്പററി ഫോൾഡറിൻ്റെ TMB എന്ന് പറഞ്ഞ ഒരു ഫോൾഡർ നിർമ്മിക്കുക, എന്നിട്ട് അവിടെയാണ് ഇത് എക്സ്പോർട്ട് ചെയ്തിടുന്നത്. നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. നേരെ എല്ലാം ഡോക്യുമെന്റ്സിനകത്ത് ഇവിടെ നമുക്കൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ നമുക്കിടാം വിൻഡ് ടർബൈൻ എന്നിടാം. ഓക്കെ, എന്നിട്ട് ആ ഫോൾഡറിനകത്ത് കയറാം, അക്സെപ്റ്റ് കൊടുക്കാം. ശേഷം നമുക്ക് ഇവിടെ ഓപ്ഷൻ ഉണ്ട്, മിഡിൽ ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റും കേട്ടോ. മിഡിൽ ബട്ടൺ, മൗസിലെ മിഡിൽ ബട്ടൺ ഉപയോഗിച്ച് എന്നിട്ട് റെൻഡർ എടുത്തു, റെൻഡർ ആനിമേഷൻ കൊടുത്തു. എന്നിട്ട് കുറച്ച് നേരം കാത്തിരിക്കുക, ഇത് റെൻഡർ ചെയ്ത് തുടങ്ങുന്നതായിരിക്കും. അപ്പോൾ ഓർക്കുക, കംപ്രഷൻ റേറ്റ് കൂട്ടിയിടരുത്. കൂട്ടിയിട്ട് കഴിഞ്ഞാൽ റെൻഡർ ചെയ്യാൻ ഒത്തിരി സമയം എടുക്കും. ഇപ്പം നമ്മൾ ഏകദേശം ഒരു 15 ഇട്ടിരിക്കുകയാണ്. അപ്പം അത്യാവശ്യം സൈസും കുറയും, പെട്ടെന്ന് തന്നെ നമുക്ക് റെൻഡർ ചെയ്ത് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പം റെൻഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്ലെൻഡർ ക്ലോസ് ചെയ്യാം. നമുക്ക് ബ്ലെൻഡർ സേവ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് ഇമേജ് സീക്വൻസ് കിട്ടി. ഇനിയും ചെല്ലേണ്ടത് നേരെ എല്ലാം നാറ്റോണിനകത്ത് ഓപ്പൺ ചെയ്യാം. ഓക്കെ, നമുക്ക് നാറ്റോൺ എന്ന പ്രോഗ്രാം ഓപ്പൺ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ലിനക്സിനകത്താണ് ഡൗൺലോഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, അതായത് ലിനക്സ് ആണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ നാറ്റോണിൻ്റെ ഇൻസ്റ്റാളർ വേർഷൻ എടുക്കുക. ഓക്കെ, ഇൻസ്റ്റാളർ വേർഷൻ ആകുമ്പോൾ ഇതുപോലെ ഇങ്ങനെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് നമ്മുടെ എല്ലാ ഫയൽസും ഇങ്ങനെ കിടപ്പുണ്ടായിരിക്കും. ഇവിടെ ബിന്നിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ നമുക്കിവിടെ നാറ്റോൺ ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 2 ഫയൽ ഒന്ന് തന്നെയാണ്. ഇതിൻ്റെ ഷോർട്ട് കട്ടാണ് ഈ കാണുന്നത്, അതാണ് ഇവിടെ ഒരു ആരോ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നമ്മുടെ ഈ ഒരു ഫോൾഡറും ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇതാണ് നാട്രോൺ. നാട്രോൺ ഓപ്പൺ ആകുമ്പം സാധാരണ ഒരു വീഡിയോ എഡിറ്ററിൽ നിന്ന് മാറി കുറച്ച് വ്യത്യസ്തമായിരിക്കും. അപ്പം ഒരു ചെറിയ സംശയം തോന്നും, ഇത് മനസ്സിലാക്കാൻ പാടുണ്ടോ എന്നൊക്കെ തോന്നിയേക്കാം. പേടിക്കാനൊന്നുമില്ല, ഇത് വളരെ എളുപ്പമാണ് ചെയ്യാൻ. ഇവിടെ നമുക്ക് താഴെയായിട്ട് നോഡ് ഗ്രാഫ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടാണ് നമ്മൾ നോട്ട്സ് എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യുന്നത്. ഈ നോട്ട്സ് എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ പറഞ്ഞാൽ ഒരു പൈപ്പ് പോലെ കരുതുക. നിങ്ങളൊരു വീഡിയോ ലോഡ് ചെയ്യുന്നു, അതിനെ ഒരു നോഡെന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഈ വീഡിയോ വേറൊരു നോഡിനകത്തൂടെ കടത്തി വിടുന്നു, എന്നിട്ട് എന്തെങ്കിലും ഒരു മാറ്റം ആ നോഡിനകത്തൂടെ സംഭവിക്കും. എന്നിട്ട് നേരെ ഈ വ്യൂവറിനകത്ത് വരും, അല്ലെങ്കിൽ നമുക്കത് എക്സ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഓർക്കുക, ഒരു വീഡിയോ നമ്മൾ എടുക്കുന്നു, ആ വീഡിയോ വേറൊരു പൈപ്പിനകത്തൂടെ സഞ്ചരിക്കുന്നതായിട്ട് ഓർക്കുക. അതിൻ്റെ ഔട്ട് ചെല്ലുമ്പം അതിന് എന്തെങ്കിലും ഒരു രൂപമാറ്റം ആ വീഡിയോയ്ക്ക് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇഷ്ടംപോലെ നോഡുകളുണ്ട്, ഓരോ നോഡും വേറെ വേറെ രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. അത് ഓർക്കുക, ഞാൻ വളരെ എളുപ്പമാക്കി പറഞ്ഞതാണ് ആ പൈപ്പിൻ്റെ കാര്യം. എല്ലാ പൈപ്പിനെ വെച്ച് മാത്രം നമ്മൾ ചിന്തിക്കാതിരിക്കുക. നോഡുകൾ പലതും പല രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്, പലതും പല പർപ്പസിനുള്ളതാണ്. അപ്പം ഇവിടെ താഴെ നോഡ് ഗ്രാഫ് ഉണ്ട്, ഇവിടെ മുകളിൽ നമുക്ക് വ്യൂവർ ഉണ്ട്. ഈ വ്യൂവർ തന്നെയാണ് ഈ ഒരു വ്യൂവർ കാണുന്നില്ലേ. ഈ വ്യൂവറിനകത്തോട്ട് ഏതൊരു നോഡ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണും. അതായത് ആ നോഡിനകത്തുനിന്ന് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ, അപ്പം ഉദാഹരണത്തിന് നമ്മൾ ഇമേജോ വീഡിയോ ഒക്കെ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യൂവറിനകത്താണ് വരുന്നത്. വലത്തെ സൈഡിൽ നമുക്ക് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇവിടെ നമുക്ക് ഓരോ നോഡിന്റെ സെറ്റിംഗ്സ് നമുക്ക് ഇവിടെ ആയിരിക്കും തെളിയുന്നത്. സാധാരണ ഇതിൽ ഇവിടെ ഈ ഒരു ചെറിയൊരു ഓപ്ഷൻ ഇവിടെ 1 ടൈപ്പ് ചെയ്തേക്കാണ്. നിങ്ങൾ ആദ്യമായിട്ട് നാറ്റോൺ എടുക്കുമ്പോൾ അവിടെ 10 എന്നായിരിക്കും കൊടുക്കുന്നതായിരിക്കും. അതിന്റെ അർത്ഥം ഇവിടെ ആഡ് ചെയ്യുന്ന 10 നോഡ് ഉണ്ടെങ്കിൽ 10 നോഡിന്റെ സെറ്റിംഗ്സ് ഇവിടെ കാണിക്കാനാണ്. അതിന് മുകളിൽ നോഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 10 നോഡുകൾ മാത്രമേ ആഡ് ചെയ്യത്തുള്ളൂ. അതനുസരിച്ച് ഓരോ നോഡിന്റെ സെറ്റിംഗ്സ് ഇവിടുന്ന് മാഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പൊ ഞാൻ 1 കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ട് ഇവിടെ 1 മാത്രമാണ് കാണിക്കാം. ഇവിടെ നമുക്ക് പ്രൊജക്റ്റ് സെറ്റിംഗ്സ് ആണ്. ഇപ്പൊ അഥവാ പ്രൊജക്റ്റ് സെറ്റിംഗ്സ് ഇവിടെ ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ക്ലോസ് ചെയ്ത് പോയാൽ നമുക്ക് പിന്നീട് എടുക്കാം. കീബോർഡിൽ S പ്രസ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ ഇവിടെ ഡിസ്പ്ലേക്കകത്ത് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഷോ പ്രൊജക്റ്റ് സെറ്റിംഗ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇത്രയും കാര്യം. നമുക്ക് ഇവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ മതി. ഇവിടെ പ്രൊജക്റ്റ് ഫോർമാറ്റ് ഉണ്ട്, അത് തന്നെയാണ് നമ്മൾ വീഡിയോയുടെ ഫോർമാറ്റ്. നമുക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ട് ഫോർമാറ്റ് ഇവിടെ ടൈപ്പ് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കത് ക്യാൻസൽ ചെയ്യാം. ഇവിടെ ഫ്രെയിം റേറ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വീഡിയോ വന്നിട്ട് ഏകദേശം 30 ഫ്രെയിംസ് ആണ്. ഓക്കെ, അപ്പോൾ 30 എടുക്കാം.
പിന്നെ ഇവിടെ ഫ്രെയിം റേഞ്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഏകദേശം 200 കൊടുത്തിരിക്കുന്നത് അല്ലേ. അപ്പം നമുക്ക് 200 ടൈപ്പ് ചെയ്യാം. അവിടെ 200 ടൈപ്പ് ചെയ്തപ്പം ഈ വ്യൂവറിനകത്ത് നോക്കുക, അതാ 200 വന്ന് നമുക്ക് തീർന്നിരിക്കുകയാണ്. കണ്ടില്ലേ, ഇവിടെ 2 ത്രികോണങ്ങൾ വന്നിട്ടുണ്ട്. ഇതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റും ഇത് സ്റ്റാർട്ടിംഗ് പോയിന്റ്, അതായത് ആദ്യം കാണിക്കുന്ന ഇവിടെ സ്റ്റാർട്ടിംഗ് പോയിന്റും ഇത് എൻഡിങ് പോയിന്റുമാണ് കാണിക്കുന്നത്. ഈ എൻഡിങ് പോയിന്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓർത്തിരിക്കുക. കാരണം ഇത് നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി മാറ്റി വെക്കാൻ പറ്റും. ഇപ്പൊ കൺട്രോൾ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ മൂവ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കിതാ ഇത് ഒരു ഓപ്ഷൻ കണ്ടല്ലേ, ഇത് സെറ്റ് വെച്ച് ഇത് വെച്ച് നമുക്ക് ആ സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡ് പോയിന്റും നിയന്ത്രിക്കാന്നുള്ളൂ. അപ്പം ഇത് വളരെ ഉപകാരമായിരിക്കും. ഒത്തിരി എഡിറ്റിംഗ് ഒക്കെ നടക്കുമ്പോൾ നമുക്ക് എല്ലാ വീഡിയോയും കൂടി ലോഡ് ചെയ്തിട്ട് പ്ലേ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇത് ആദ്യം റാമിലേക്ക് ലോഡ് ചെയ്യും, ശേഷമാണ് നമ്മുടെ വ്യൂവറിനകത്ത് കാണുക. അപ്പം ആദ്യം ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ സ്ലോ ആയിരിക്കും. ഇപ്പോൾ ഇവിടെ ഒന്നും പ്ലേ ചെയ്യാനില്ല, അപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇതാണ് കുറച്ച് പ്ലേ ബട്ടൺസും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെയല്ല നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് കൊടുക്കാം. ഏകദേശം 200 അല്ലേ, നമുക്ക് എൻഡിങ് പോയിന്റ് അവിടെ തന്നെ കൊടുക്കാം. ഏകദേശം സാരമില്ല. ഇനി എങ്ങനെ വീഡിയോ ലോഡ് ചെയ്യുന്നത് നോക്കാം. നേരെയല്ലേ ഇടത്ത് സൈഡിൽ അവിടെ ഇമേജ് എന്നൊരു ഓപ്ഷനാണ്, അവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ കുറച്ച് ഓപ്ഷൻ ഉണ്ട്. ഇവിടെ റീഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, റൈറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പം ഈ റീഡും റൈറ്റും ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ഓപ്ഷനാണ്. നമുക്ക് നോക്കാം അത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. ആദ്യം നമുക്ക് റീഡിലേക്കെല്ലാം. റീഡ് എന്ന് പറഞ്ഞാൽ ഇമേജോ വീഡിയോയോ മറ്റും റീഡ് ചെയ്യാനാണ്, അതായത് നാട്രോണിലേക്ക് ഇമ്പോർട്ട് ചെയ്യാനാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ വീഡിയോ കിടക്കുന്നത് ഡൗൺലോഡ്സിനകത്താണ്. നമ്മുടെ വീഡിയോ ഉണ്ട്, വീഡിയോ എടുക്കുന്ന അവിടെ ഉണ്ട്. പക്ഷേ നമ്മൾ വീഡിയോ അല്ല എടുക്കാൻ പോകുന്നത്, നമ്മൾ നമ്മുടെ ഇമേജ് സീക്വൻസ് ആണ്. നമുക്ക് നോക്കാം അത് എങ്ങനെയാണ് എടുക്കുന്നതെന്നുള്ളത്. നേരെയല്ല നമ്മുടെ ഇമേജ് സീക്വൻസ് എവിടെയാണോ റെൻഡർ ചെയ്തത് അവിടെ ചെല്ലാം. ഈ ഇമേജ് സീക്വൻസ് ഞാൻ നേരത്തെ ഒരു ഫോൾഡർ ഉണ്ടാക്കിയിരുന്നു അല്ലേ. അപ്പം ഈ ഫോൾഡറിനകത്താണ് ഇമേജ് എല്ലാം കിടക്കുന്നത്. നമുക്ക് ആ ഫോൾഡർ മാത്രം ഇവിടെ നിന്ന് സെലക്ട് ചെയ്താൽ മതി, എന്നിട്ട് ഓപ്പൺ കൊടുത്താൽ മതി. അതായത് ഫോൾഡർ ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ ഇമേജ് സീക്വൻസ് ഇങ്ങനെയാണ് കാണിക്കുക. കണ്ടില്ലേ, 1 തൊട്ട് 200 വരെയുള്ള ഇമേജ് സീക്വൻസ് ഇങ്ങനെ കാണിച്ചിരിക്കുകയായിരിക്കും. ഇതല്ലാതെ തന്നെ ഓരോ ഇമേജ് ആയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. ഇവിടെ സീക്വൻസ് എന്നുള്ള ഓപ്ഷൻ മാറ്റിയിട്ട് ഫയൽ എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഇമേജ് ആയിട്ട് ലോഡ് ചെയ്യാന്നുള്ളൂ. നമുക്ക് സീക്വൻസ് ആണ് വേണ്ടത്, സീക്വൻസ് ആയിട്ട് ഇതെങ്ങനെ എടുക്കാം. ഇതല്ലാതെ തന്നെ വേറൊരു ഓപ്ഷനും ഉണ്ട്, അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. നേരെയല്ല ഡോക്യുമെന്റ്സിനകത്ത് ഈ ഒരു ഫോൾഡർ കണ്ടില്ലേ, ക്ലിക്ക് ചെയ്ത് കൊണ്ടുവന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് ഇടുക. ഓക്കെ, അപ്പം കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അത് ലോഡ് ആവുന്നതായിരിക്കും. ലോഡായിരിക്കുകയാണ്, കണ്ടല്ലേ. ഇത്രേ ഉള്ളൂ കാര്യം. ഇപ്പോൾ വ്യൂവറിനുമായിട്ട് കണക്ട് ചെയ്ത് അതിൻ്റെ ഇടയ്ക്ക് ഒരു ലിങ്ക് ഉണ്ടായിട്ടുണ്ടല്ലേ. ഈ ലിങ്ക് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും കാണത്തില്ല, ബ്ലാങ്ക് ആയിരിക്കും. കാരണം വ്യൂവറിനകത്തോട്ട് ഒന്നും പോകുന്നില്ല. എന്തെങ്കിലും അതിനകത്തോട്ട് ഒരു ഇൻപുട്ട് ചെന്നാലേ അത് കാണിക്കത്തുള്ളൂ. നമ്മുടെ വീഡിയോ കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് വീഡിയോയുടെ സെറ്റിങ്സ് ഒക്കെ വന്നിട്ടുണ്ട്. ഇവിടെ കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഫ്രെയിം റേറ്റ് ചോദിച്ചിട്ടുണ്ട്. ഫ്രെയിം റേറ്റ് നമുക്ക് താഴ്ത്തിയെടുക്കാം. ഇവിടെ കസ്റ്റം FPS എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് കൊടുക്കുക. എന്നിട്ട് താഴ്ത്തിന്ന് ടൈപ്പ് ചെയ്യാം. 30 ടൈപ്പ് ചെയ്തു. പിന്നെ ലാസ്റ്റ് ഫ്രെയിം വന്നിട്ട് 200 കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ബിഫോർ ഹോൾഡ് ആഫ്റ്റർ ഹോൾഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് എന്തെങ്കിലും ഉപയോഗം ഉണ്ട്, നമുക്ക് പോകെ നമുക്ക് പഠിക്കാവുന്നേ ഉള്ളൂ. അപ്പം എങ്ങനെയാണ് ഇത് ഫ്രീസ് ചെയ്ത് നോക്കാം. ഇത് നമുക്ക് പ്ലേ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇവിടെ കൊണ്ടുവന്നു, ആദ്യം സ്റ്റാർട്ടിംഗ് പോയിന്റ് കൊണ്ടുവന്നു, ഇവിടുന്ന് പ്ലേ ചെയ്ത് തുടങ്ങി. ആദ്യം ഇത് റാമിലേക്ക് ലോഡ് ചെയ്യാം. റാമിലേക്ക് ലോഡ് ചെയ്യുമ്പോൾ വളരെ FPS വളരെ കുറവായിരിക്കും, ഒരു 4 FPS ഒക്കെയാണ് കാണിക്കുന്നത്. ശേഷം ലോഡ് ചെയ്യുന്നതിൻ്റെയാണ് ഈ ഒരു പച്ച ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് അടിച്ചടിച്ച് ഇങ്ങനെ തട്ടി ഇങ്ങനെ പോവുകയാണ്. അതായത് പച്ച വരച്ച് പോകുന്നതായിട്ട് നമുക്ക് കാണാം. ഇപ്പം നമുക്ക് ആദ്യം തൊട്ടൊന്ന് പ്ലേ ആണെങ്കിൽ കാണാം, കണ്ടല്ലേ, നല്ല സ്മൂത്ത് ആയിട്ട് പ്ലേ ആവുന്നുണ്ട്. ഏകദേശം 30 FPS അവിടെ കാണുന്നത്. ഓക്കെ, ഇനി ഒരു കാര്യം, നമ്മൾ ഇതിന്റെ കണ്ടുപിടിക്കേണ്ടത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതിന്റെ ലൂപ്പ് പൊസിഷനാണ്. അതായത് ഈ ഒരു ഫാൻ കറങ്ങി വന്നിട്ട് ലൂപ്പ് എത്തുന്നതാണ്. മറ്റുള്ള ഫാനുകളെ ഒന്നും ശ്രദ്ധിക്കണ്ട, അതിന്റെ വ്യത്യാസം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കത് എങ്ങനെയാണ് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം സൂം ചെയ്യേണ്ടതായിട്ടുണ്ട്. സ്പേസിൽ ക്ലിക്ക് ചെയ്യാം. സ്പേസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇവിടെ വരിക, വ്യൂവറിനകത്ത് സ്പേസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ വ്യൂവർ ഇത്രയും വലുതായിട്ട് നമുക്ക് കിട്ടും. ശേഷം നമുക്ക് നോക്കാം ഇത് എവിടെയാണ് കറങ്ങുന്നതെന്ന്. സ്പേസ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ പ്ലേ ചെയ്യാനുള്ള ബട്ടണാണ്, പ്ലേ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഇത് കറങ്ങി എപ്പോഴാണ് ആ ഒരു പൊസിഷൻ എത്തുന്നത് എന്നുള്ളത്. ഇത് വളരെ സ്ലോ ആയെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സംഭവം ഇങ്ങനെ നീക്കാൻ പറ്റും. ഈ സംഭവത്തിന് വിളിക്കുന്ന ഒരു പേരുണ്ട്, ഇതിന്റെ പേരാണ് പ്ലേ ഹെഡ് എന്ന് പറയും. അപ്പോൾ മിക്കവാറും എല്ലാ വീഡിയോ എഡിറ്ററിനും അതും പ്ലേ ഹെഡ് എന്നായിരിക്കും വിളിക്കുന്നത്. അപ്പം ഇത് നമ്മൾ ശ്രദ്ധിക്കുക, പ്ലേ ഹെഡ് നീക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക എവിടെ വെച്ചാണ് നമ്മുടെ ആ ഒരു ബ്ലേഡ് വരുന്നതെന്നുള്ളത്. ഓക്കെ, ഒരു പ്രാവശ്യം ലൂപ്പ് കണ്ടുപിടിച്ചാൽ പിന്നെ നമുക്ക് ഒരു കുഴപ്പമില്ല. അപ്പം ഏകദേശം ഇവിടെയാണെന്ന് തോന്നുന്നു, അതോ നമുക്ക് മാറിപ്പോയോ. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, അപ്പം തീർച്ചയായും നമുക്കൊരു ഗൈഡ് വേണ്ടി വരും. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, നേരെ വരാം, നമുക്കൊരു ഗൈഡ് ഉണ്ടാക്കാം. അപ്പോൾ ഇതിനകത്ത് സാധാരണ ഇതിൽ ഗിംബിനകത്ത് പോലെ ഒന്നും ഗ്രിഡോ ഒന്നും ഇപ്പം ഇല്ല. ഞാൻ നോക്കിയതാണ്, അതിനകത്ത് ഒന്നുമില്ല അങ്ങനെയൊന്നും.
നമുക്ക് ഇവിടെ ഡ്രോ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ ചെന്ന് കഴിഞ്ഞാൽ റോട്ടോ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ചെല്ലാം. ഓക്കെ, അപ്പോൾ ദാ ഇതുപോലൊരു റോട്ടോ എന്ന് പറഞ്ഞൊരു സാധനം ഇവിടെ വരും. ഇവിടെ ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ആ ലിങ്ക് കളയാം. ഓക്കെ, നേരെ ഇല്ല, നമ്മുടെ വീഡിയോ ഇപ്പോൾ കാണാനില്ല വ്യൂവറിനകത്തല്ലേ. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാം, വീഡിയോ നോഡ് സെലക്ട് ചെയ്ത്, അതായത് ഈ നോഡാണ്, ഈ നോഡിനെ സെലക്ട് ചെയ്തിട്ട് ഒന്ന് പ്രസ് ചെയ്യുക, അപ്പോൾ നമുക്കിവിടെ കാണാം. ഓക്കെ, ഇനിയും റോട്ടോയിൽ ചെന്ന് ക്ലിക്ക് ചെയ്യുക. റോട്ടോയിൽ ക്ലിക്ക് ചെയ്തു, നമുക്ക് റോട്ടോയുടെ അഡീഷണൽ സെറ്റിംഗ്സ് ഒക്കെ വന്നിട്ടുണ്ട്. ഈ റോട്ടോ ഉപയോഗിച്ചിട്ട് നമുക്ക് ഒബ്ജക്റ്റുകളെ കട്ട് ചെയ്യാനും അങ്ങനെയുള്ള VFXനകത്തുള്ള ഓരോ കാര്യങ്ങളൊക്കെ നമുക്ക് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ റോട്ടോ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഒരു പോയിന്റ് ആഡ് ചെയ്യും. ഓക്കെ, ഒരു പച്ച പോയിന്റ് നമ്മൾ അവിടെ ആഡ് ചെയ്തിരിക്കുകയാണ്. ഇത് ഇങ്ങനെ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ, പക്ഷെ നമ്മൾ ഓർക്കുക ഈ ഒരു പച്ച പോയിന്റ് ആണ്. ഇപ്പോൾ വേണ്ട എന്ന് തോന്നി കഴിഞ്ഞാൽ Ctrl+Z പ്രസ് ചെയ്യുക, അപ്പോൾ നമുക്ക് അൺഡു ചെയ്യുന്നതായിരിക്കും. ഈ ഒരു പോയിന്റ് ആണ് നമ്മുടേത്. ഈ പോയിന്റിൽ ആ ഫാൻ കറങ്ങി തിരിഞ്ഞ് അവിടെ എത്തുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എപ്പോഴാണ്, നമുക്ക് ഒന്ന് ഓടിച്ചു വിടാം. ഇപ്പോൾ ഒത്തിരി പോയി അല്ലേ, ഇപ്പോൾ ഏകദേശം 118, 16, ഇപ്പോൾ 116ാമത്തെ ടൈമിൽ എത്തുമ്പോഴാണ്, അതായത് 116ാമത്തെ ഫ്രെയിമിൽ എത്തുമ്പോഴാണ് ഇത് ആ പൊസിഷനിൽ എത്തുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ എൻഡിങ് പോയിന്റ് നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, ശേഷം നമുക്ക് ആദ്യം തൊട്ട് പ്ലേ ചെയ്ത് നോക്കാം, അത് സ്മൂത്ത് ആണോ എന്ന് നമുക്കറിയാൻ. അതായത് അത് ലൂപ്പ് ചെയ്യാൻ ഉള്ള ഇതായോ, അതായത് ഇത് നമ്മളെ വീഡിയോ ആദ്യം തൊട്ട് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ലൂപ്പിങ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു കാര്യം സാധിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത് വളരെ സിംപ്ലിഫൈഡ് ചെയ്തുള്ള വേർഷനാണ്. വീഡിയോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വേറൊരു പ്ലാനിങ് ആണ്, അതിനകത്ത് ലൂപ്പിംഗ് ആണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഇച്ചിരി വേറെ രീതിയിലായിരിക്കും നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരിക. എങ്കിലും ഈ ഗൈഡ് ഉപയോഗിച്ചിട്ട് ബേസിക് ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കുക ഒരു മൂവ്മെന്റ് തിരിച്ച് ആ ഒരു പൊസിഷൻ എപ്പോഴാണ് എത്തുന്നത് എന്നുള്ളത്. അപ്പോൾ ഓരോ വീഡിയോക്ക് ഓരോ രീതിയിലായിരിക്കും നിങ്ങൾ കാര്യം സാധിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് കൂടുതൽ കൺഫ്യൂഷൻ ആക്കണ്ട. അപ്പോൾ നമ്മൾ വീഡിയോ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഏകദേശം 30 FPS ഉണ്ട്. അപ്പം പ്ലേ ചെയ്ത് നോക്കുന്നു, കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് കറക്റ്റ് ആണ്. ഓക്കെ, നമ്മൾ ഉദ്ദേശിച്ച ഒരു കാര്യം സാധിച്ചിട്ടുണ്ട്. പക്ഷേ മറ്റുള്ള ഫ്രെയിംസ് എല്ലാം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അത് കറക്റ്റ് അല്ല. ഓക്കെ, നമ്മൾ സൂം ഔട്ട് ചെയ്യാൻ പറ്റും. സൂം ഔട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയോ, മൗസിന്റെ വീല് പിറകോട്ട് കറക്കാം, എന്നിട്ട് സൂം ഔട്ട് ആവും. മുന്നോട്ട് കറക്കി കഴിഞ്ഞാൽ സൂം ഇൻ ആവും. ഓക്കെ, അങ്ങനെയാണ് ഇതിന്റെ സംഭവങ്ങളെല്ലാം. ഇനി ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, സൂം ഔട്ട് ആയപ്പോൾ നമ്മുടെ ആ പച്ച ലൈനുകളെല്ലാം പോയി അല്ലേ. അതായത് റാമിലുണ്ടായിരുന്ന ആ ഇൻഫർമേഷൻ എല്ലാം ഇറേസ് ചെയ്തു. ഇനിയും പുതിയതായിട്ട് നമ്മൾ പ്ലേ ചെയ്യുമ്പം റാമിലോട്ട് ലോഡ് ചെയ്യും. അങ്ങനെയാണ് ഇതിനകത്തല്ല. ഇനി നിങ്ങൾ ആഫ്റ്റർ എഫക്ട്സ് പോലുള്ള പ്രോഗ്രാമുകൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആഫ്റ്റർ എഫക്ട്സിനകത്ത് ഇങ്ങനെയാണ്, റാമിനകത്ത് ലോഡ് ചെയ്യും, ലോഡ് ചെയ്ത ശേഷം പ്ലേ ചെയ്യും. ഒന്നുകൂടി നമ്മൾ എന്തെങ്കിലും മാറ്റം വരുത്തി കഴിഞ്ഞാൽ ആ റാമിലെ ആ നേരത്തെ ഇൻഫർമേഷൻ ഇറേസ് ചെയ്ത് കളയും, എന്നിട്ട് പുതിയത് ലോഡ് ചെയ്യും. ഇനിയും എങ്ങനെയാണ് നമ്മുടെ വീഡിയോ ഫ്രീസ് ചെയ്യുന്നത് നോക്കാം. അതായത് നമുക്ക് ഇപ്പം നമ്മൾ സമയമെല്ലാം സെറ്റായി, 116 വരെ മതി. നമുക്ക് പ്രൊജക്റ്റ് സെറ്റിംഗ്സിനകത്ത് എന്നിട്ട്, അതായത് ഡിസ്പ്ലേ ഇല്ല, ഷോ പ്രൊജക്റ്റ് സെറ്റിംഗ്സ് ഇല്ല, അവിടെ നമുക്ക് ഫ്രെയിം റേഞ്ച് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഫ്രെയിം റേഞ്ച് അതിനകത്ത് നമുക്ക് 116 കൊടുക്കാം. അതായത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച 116 നമ്മുടെ ലൂപ്പ് ചെയ്യാൻ പറ്റിയ പോയിന്റ് കൊടുത്തു. ഇതായിരിക്കും നമ്മുടെ ഔട്ട്പുട്ട് റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇനി നമുക്ക് ഈ റോട്ടോ ഡിലീറ്റ് ചെയ്ത് കളയാം. നമുക്കിതാ ഇത് ആരോ മൗസ് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ നീക്കാം, നമുക്ക് കുറച്ച് സ്പേസ് കിട്ടും. ഇനി എങ്ങനെയാണ് ഈ ഫ്രെയിമുകൾ ഫ്രീസ് ചെയ്യുന്നത്? നമ്മളിത് ഫ്രീസ് ആയിട്ടില്ല അല്ലേ, മറ്റുള്ള ടർബൈനുകൾ നമുക്ക് ഫ്രീസ് ആക്കേണ്ടതുണ്ട്. വളരെ എളുപ്പമാണ്. നമ്മുടെ നോഡ് സെലക്ട് ചെയ്താ, ഇതാണ് നമ്മുടെ വീഡിയോ നോഡ് സെലക്ട് ചെയ്തു, അതായത് ഇമേജ് സീക്വൻസ് ഉള്ള നോഡ് സെലക്ട് ചെയ്തു. നേരെ ഇവിടെ ഒരു ടൈം എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ടൈമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് നോട്ട്സ് ഉണ്ട്. നമുക്ക് ഇവിടെ റീടൈം ഉണ്ട്. റീടൈം ഉപയോഗിച്ചിട്ട് സ്ലോ മോഷൻ, പിന്നെ ഫ്രീസിങ് അങ്ങനെയൊക്കെ ഉപയോഗിക്കാം. അതേപോലെ തന്നെ വേറൊരു നോഡാണ് ഫ്രെയിം ഹോൾഡ് എന്ന് പറയുന്ന ഒരു നോഡ്. ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ ഫ്രെയിം ഹോൾഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഇപ്പൊ ശ്രദ്ധിച്ചു നോക്കുക, നമ്മൾ ഈ ഒരു പ്ലേ ഹെഡ് എങ്ങോട്ട് എന്ന് മൂവ് ചെയ്ത് കൊണ്ടുവച്ചെന്ന് പറഞ്ഞാൽ ശരി, ആ വീഡിയോ ഫ്രീസ് ആണ് അല്ലേ, കണ്ടിന്യൂസ് ആയിട്ട്. അത് എത്ര വരെ ഉണ്ടോ അത്രയും വരെ ഫ്രീസ് ആയിട്ടിരിക്കുമായിരിക്കും, ഒരു മാറ്റവും ഇല്ല. ഈ ഫ്രെയിം ഹോൾഡ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇതിപ്പം ഫസ്റ്റ് ഫ്രെയിം ആണ് ഇത് എന്താണ് ഫ്രീസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ചിലപ്പോൾ 50ാമത്തെ ഫ്രെയിം ആയിരിക്കും നമുക്ക് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഈ ഫ്രെയിം ഹോൾഡ് സെലക്ട് ചെയ്യുക, അതായത് 2 പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് സൈഡിൽ ഓപ്ഷൻസ് വരും. ഫസ്റ്റ് ഫ്രെയിം എടുക്കുക, അവിടെ ടൈപ്പ് ചെയ്യുക 50 എന്ന്. ഇപ്പോൾ 50ാമത്തെ ഫ്രെയിം അവിടെ കാണിക്കുന്നതായിരിക്കും. കണ്ടില്ലേ, ഇപ്പോൾ 50ാമത്തെ ഫ്രെയിമാണ് ആ ടൈം ലൈനിൽ മൊത്തമായിട്ട് കാണുന്നതെന്നുള്ളൂ. ഓക്കെ, അപ്പം ഇനി ചെയ്യേണ്ടത്, നമുക്ക് വേണ്ടത് മാസ്ക് ചെയ്ത് വെക്കണം. അതായത് ഈ ഒരു ഭാഗത്താണ് നമുക്ക് മോഷൻ ഉണ്ടാകേണ്ടത്, അതായത് മാറ്റം ഉണ്ടാകുന്നത് അല്ലേ. ഇതല്ലേ നമ്മൾ നേരത്തെ ഉദ്ദേശിച്ച സിനിമാഗ്രാഫിന് വേണ്ട നമ്മുടെ ആ ലൂപ്പ് പൊസിഷൻ, അല്ല ലൂപ്പ് എന്ന് പറയുന്ന സാധനം വേണ്ടി വരുന്ന കാര്യം ഇതാണ്. അപ്പം നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പം
വളരെ എളുപ്പമാണ്. ഇത് നമുക്ക് ഇത്രയും മാസ്ക് ചെയ്യണം. നമുക്ക് നേരെ ചെല്ലാം, ഡ്രോയിൽ ചെല്ലാം, അവിടെ റോട്ടോ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് റോട്ടോ ആഡ് ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്പേസ് ക്ലിക്ക് ചെയ്യുക, വ്യൂവറിനകത്ത് ചെന്നിട്ട് മൗസ് കഴ്സർ അവിടെ കൊണ്ടുപോകുക, സ്പേസ് ക്ലിക്ക് ചെയ്യുക. ശേഷം നമുക്ക് റോട്ടോ ആഡ് ചെയ്യാം. ഇവിടെ ഒരു ഡോട്ട് ആഡ് ചെയ്തു, പച്ച ഡോട്ട് വന്നു കണ്ടില്ലേ. ശേഷം ഇങ്ങോട്ട് മാറിയിട്ട് ക്ലിക്ക് ചെയ്യാം. ഇങ്ങനെ അപ്പം ഏകദേശം ഒരു വൃത്തത്തിൽ തന്നെ വേണം. അപ്പം ആ വൃത്തം സൂക്ഷിക്കുക, കാരണം നമ്മൾ മാസ്ക് കറക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു സാധനം കറങ്ങി വരുന്നത് ഇതിനകത്ത് വരും കണ്ടല്ലേ. ഇപ്പം ഏകദേശം ഈ ഒരു പൊസിഷനിൽ വരെ അത് വരാൻ സാധ്യതയുണ്ട്. അപ്പം നമുക്ക് റോട്ടോ കുറച്ചുകൂടി അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്ക് നോക്കാം, ഏകദേശം വരത്തില്ലെന്ന് തോന്നുന്നല്ലേ. ശേഷം നമുക്ക് ഇവിടെ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, അപ്പം ഇത് കറങ്ങി വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് ചേരത്തില്ല എന്ന് ഉറപ്പ് വരുത്താം. അപ്പം ഈ ഒരു ഭാഗമാണ് നമുക്കിപ്പോൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പം ഈ ഒരു ബേസിക്കൽ ഇതൊരു സ്കില്ല് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ റോട്ടോ ആനിമേറ്റബിൾ ആണ്. അതാണ് നമ്മുടെ ഒരു പ്ലേ ഹെഡ് മാറിയിട്ട് കണ്ടില്ലേ ഒരു നീല കളർ വന്നിട്ടുണ്ട്. ഇത് ആനിമേഷൻ ആഡ് ചെയ്തെന്നാണ് അതിനർത്ഥം. അതായത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ റോട്ടോ വന്നിട്ട് ആനിമേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് ഇനി നോക്കാം ഈ റോട്ടോ എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളത്. നമുക്ക് നോക്കാം, ആദ്യം നോക്കാം ഈ റോട്ടോ എന്താണ് ചെയ്തതെന്നുള്ളത്. ഇതിപ്പോൾ ചുമ്മാ ലൈൻ മാത്രം വരച്ച് വെച്ചേക്കാണ്. അപ്പോൾ നോക്കാം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ റോട്ടോ സെലക്ട് ചെയ്തിട്ട് ഒന്ന് കൊടുക്കാം. ഓക്കെ, മൊത്തം ബ്ലാക്ക് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം ആ മാസ്ക് എങ്ങനെ ഇരിക്കുന്നതെന്ന്. നേരെയില്ല, ഡിസ്പ്ലേ ചാനൽസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ആണ്. അവിടെ RGB കൊടുത്തിട്ടുണ്ട്. ഇത് എടുത്തിട്ട് ആൽഫ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതെടുക്കാം. ഇതാണ് നമ്മുടെ റോട്ടോ എന്ന് പറയുന്നത്. ഇതിൻ്റെ എഡ്ജസ് ഒക്കെ നോക്കിയേ, ഒരു വളരെ ഷാർപ്പാണ് അല്ലേ. ഈ ഷാർപ്പിനെസ് നമുക്ക് മാറ്റാൻ പറ്റും. അതെങ്ങനെയാണെന്നായിരിക്കും അല്ലേ. റോട്ടോയിൽ 2 പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഷേപ്പിനകത്ത് വരിക. ഇവിടെ നമുക്ക് ഫെദർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഫെദർ ആണല്ലേ. ഈ ഒരു ഫെദർ വെച്ച് നമുക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ ബ്ലെൻഡ് ആക്കാവുന്നേ ഉള്ളൂ. പക്ഷേ ഈ ഒരു ഫെദർ എന്ന് പറയുന്ന ഒരു കുഴപ്പമില്ല എങ്കിലും ബ്ലെൻഡ് ചെയ്യാൻ ഇത് മതിയെങ്കിലും ഒരു വല്ലാത്ത ഒരു ഇതുണ്ടല്ലേ, എന്താ പറയാ, നമുക്ക് പോരാ എന്ന് തോന്നുന്നുണ്ടല്ലേ. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഫെദർ ഓഫ് ചെയ്യാം. ഇതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ഈ റോട്ടോ സെലക്ട് ചെയ്തിട്ട് ഇടത് സൈഡ് വരിക. ഇവിടെ ഫിൽറ്റർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതെടുക്കുക. അവിടെ ബ്ലർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനാണ്, അതെടുക്കാം. എന്നിട്ട് ഈ ബ്ലറിന്റെ സൈസ് ഇങ്ങനെ കൂട്ടുക. ഇതെല്ലാം ഈ പ്രോപ്പർട്ടീസ് എല്ലാം ആനിമേറ്റബിൾ ആണ് കേട്ടോ. ചില പ്രോപ്പർട്ടീസ് കാണത്തില്ല ആനിമേറ്റബിൾ അല്ലാത്തത്. എന്നിട്ട് ബ്ലർ എടുക്കുക. ബ്ലർ എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവും കണ്ടില്ല, കുറച്ചുകൂടി സ്മൂത്ത് ആയിട്ടുള്ള ഒരു ബ്ലെൻഡ് നമുക്ക് കിട്ടും, ഒരു ഫെദറിങ് സൗകര്യം നമുക്ക് കിട്ടും. ഓക്കെ, അപ്പം ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കാം. അല്ലെങ്കിൽ റോട്ടോയിലുള്ള എന്താ പറയാ, നമുക്ക് ആ ഫെദർ മെത്തേഡ് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നേ ഉള്ളൂ. ഇനിയും മിസ്സിങ് ആണ്. ഇത് മിക്സ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. നമുക്കിത് ക്ലിക്ക് ചെയ്ത് ഇങ്ങോട്ട് നീക്കാം. നമുക്ക് ചെയ്യേണ്ടത് ഈ ഒരു വീഡിയോ ഉണ്ടല്ലേ, ഞാൻ നേരത്തെ പറഞ്ഞു പൈപ്പ് പോലെ നമ്മൾ സങ്കല്പിക്കുക. ഈ ഒരു പൈപ്പ്, അതായത് ഫ്രെയിം ഹോൾഡർ എന്ന് പറഞ്ഞ പൈപ്പിനകത്തോട് ചെല്ലുമ്പോൾ മാത്രമാണ് ഇത് ഫ്രീസ് ആകുന്നത്. അതേസമയം വീഡിയോ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഈ വ്യൂവറായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ, വീഡിയോ സെലക്ട് ചെയ്ത് ഒന്ന് പ്രസ് ചെയ്തു കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ ആൽഫ മാറ്റിയിട്ട് RGB എടുക്കാം. കണക്ട് ചെയ്യുകയാണെങ്കിൽ പ്ലേ നോക്കിയാൽ മനസ്സിലാവും അത് ശരിക്കും ഫ്രീസ്ഡ് അല്ല. അതായത് ഈ ഫ്രെയിം ഹോൾഡർ എന്ന് പറയുന്ന എന്താ പറയുക നോഡിനകത്തോട് ചെല്ലുമ്പോഴാണ് ഇത് ഫ്രീസ് ആകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫ്രീസ് ചെയ്യാത്ത ഭാഗവും ഫ്രീസ് ചെയ്ത ഭാഗവും കൂടിയാണ് കണക്ട് ചെയ്യേണ്ടത്. ഇത് രണ്ടും തമ്മിൽ മിക്സ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ റോട്ടോ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. ഫ്രെയിം ഹോൾഡർ സെലക്ട് ചെയ്യാം. നമുക്ക് ഇച്ചിരി വൃത്തിക്കൊക്കെ വേണ്ട ഇങ്ങനെയൊക്കെ ക്ലിക്ക് ചെയ്ത് മൂവ് ചെയ്ത് കൊണ്ടുവെക്കാവുന്നേ ഉള്ളൂ. അത് നമ്മുടെ വീഡിയോ ഒന്നും ഒരിക്കലും ബാധിക്കത്തില്ല. ഇവിടെ സൈഡിൽ ചെന്നാൽ അവിടെ ഒരു മെർജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇതാണ് മെർജ്. ഇതല്ലാതെ ഇവിടെ തന്നെ റൈറ്റ് ക്ലിക്ക് കൊടുക്കണം. നമുക്ക് ഇങ്ങനെ അഡീഷണൽ ആയിട്ട് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. ഇവിടെ കുറച്ച് അഡീഷണൽ ഓപ്ഷൻസ് നമുക്ക് ഇഷ്ടംപോലെ കിട്ടുന്നതായിരിക്കും. അവിടെ മെർജ് കൊടുക്കാം. മെർജ് കൊടുത്തു. ഇവിടെ നമ്മൾ ഒരു ലിങ്ക് അപ്പം തന്നെ ക്രിയേറ്റ് ചെയ്യേക്കാണ്. ആ ലിങ്ക് കളയുക. അപ്പോൾ നമുക്ക് നോക്കാം മെർജിനകത്ത് എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പം മെർജ് എന്ന് പറയുമ്പോൾ നമ്മൾ ലെയറായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ വീഡിയോ വന്നിട്ട് ടോപ്പാണ് വരുന്നത്. അതായത് ഫ്രീസ് ആകാത്ത ഭാഗം ടോപ്പിലും ഫ്രീസ് ആയ ഭാഗം താഴെയായിട്ടാണ് വരേണ്ടത്. അങ്ങനെയാണെങ്കിൽ ചെയ്യേണ്ടത് എങ്ങനെയാണ്, A എന്ന് പറയുന്നത് ഈ ഒരു മെർജ് നോഡിനകത്ത് A എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അല്ലെ. ഈ ലിങ്ക് അങ്ങോട്ട് നമ്മൾ വീഡിയോക്കകത്തോട്ട് കൊടുക്കാം. ശേഷം B എന്നുള്ളത് ഫ്രെയിം ഹോൾഡിനകത്ത് കൊടുക്കാം. നേരെയല്ല, ഇത് വ്യൂവറിനകത്ത് കണക്ട് ചെയ്യാം. ഇനി പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പൊ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എല്ലാം മൂവ്മെന്റ് ആയി ഇങ്ങനെ കിടക്കുകയാണ്. അപ്പം ഇനി ചെയ്യേണ്ടത് മാസ്ക് ചെയ്യാന്നുള്ളതാണ്. മാസ്ക് ചെയ്യാനാണ് നമ്മുടെ ഈ റോട്ടോ എടുത്തേക്കുന്നത്. മെർജ് എടുക്കുക. മെർജിനകത്ത് ഒരു മാസ്ക് എന്നും പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, കണ്ടില്ലേ. ഇതാണ് ഈ ഒരു ലിങ്കാണ്. ഈ ലിങ്ക് നേരെ എന്നിട്ട് ആ ബ്ലറിനകത്തോട്ട് കൊടുക്കുക. ഇനിയും പ്ലേ ചെയ്ത് കൊടുക്കുക. ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക എന്നിട്ട് എങ്ങനെ ഉണ്ടെന്നുള്ളത്. ഇപ്പൊ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും
നമ്മുടെ ഒരു ടർബൈൻ മാത്രമേ കറങ്ങുന്നുള്ളൂ, മറ്റുള്ള ടർബൈനുകളൊന്നും കറങ്ങുന്നില്ല. ഇതാണ് വളരെ എളുപ്പമാണ്. ശരിക്കും പറഞ്ഞാൽ കുറച്ച് ഷോർട്ടായിട്ട് ഈ ഒരു വീഡിയോ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനോടൊപ്പം തന്നെ ലാപ്ടോപ്പിൻ്റെ ചാർജ് തീർന്നു വരികയാണ്. എപ്പോഴാണെന്ന് പറയാൻ പറ്റത്തില്ല, ലാപ്ടോപ്പ് ഓഫായി പോകുന്നത്. ഓക്കെ, ഞാൻ ആ ഒരു കാര്യം ശ്രദ്ധിച്ചില്ല. അപ്പം നമ്മുടെ വീഡിയോ ഇപ്പം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ആ ഒരു ടർബൈൻ മാത്രമാണ് കറങ്ങുന്നതെന്നുള്ളത്. ഓക്കെ, അതിങ്ങനെ വന്നിട്ട് റാമിനകത്ത് ലോഡ് ചെയ്തിട്ട് നമുക്ക് കാണേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഓൾറെഡി തന്നെ ലൂപ്പ് എല്ലാം കണ്ടുപിടിച്ചു. ഇനി ഒന്നും ചെയ്യാനില്ല, ഈ വീഡിയോ നമുക്കൊന്ന് ഔട്ട് എടുത്താൽ മതി. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നല്ലേ, ഈ വ്യൂവർ ഇങ്ങോട്ട് നീക്കി വെക്കാം, ഈ മെർജ് എടുക്കുക. ഓക്കെ, കണ്ടില്ലേ, വളരെ എളുപ്പമാണ്. നമുക്ക് ഒത്തിരി ലേസോ ഒന്നും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യവുമില്ല. വീഡിയോ ശരിക്കും പറഞ്ഞാൽ വളരെ ഷോർട്ടായിട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ പല ഓപ്ഷൻസും കാര്യങ്ങളൊന്നും ചിലവർക്ക് മനസ്സിലാകാൻ ബുദ്ധിമുട്ടുണ്ടാവുമോ എന്ന് കരുതിയിട്ടാണ് ഞാൻ വീഡിയോ കുറച്ചുകൂടി ലോങ് ആക്കിയത്. മെർജ് എടുക്കുക, നേരെ ചെല്ലുക, ഇതാ ഇവിടെ. ഇതല്ലാതെ തന്നെ കീബോർഡിലെ ടാബ് പ്രസ് ചെയ്യാമെങ്കിൽ നമുക്ക് ഇങ്ങനെ കുറച്ച് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഇവിടെ റൈറ്റ് എന്ന് കൊടുക്കാം, ഇതാ റൈറ്റ്. ഓക്കെ, അപ്പം ഇത് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിരിക്കുകയാണ്. എവിടെ സേവ് ചെയ്യണമെന്നുണ്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പം നമ്മൾ ഡൗൺലോഡ്സിനകത്ത് തന്നെ സേവ് ചെയ്യുക. എന്നാൽ പിന്നെ ഇവിടെ എക്സർ എന്ന് പറഞ്ഞൊരു ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട് അല്ലേ. നമുക്ക് വേണ്ടത് ഒരു MP4 ഫയലാണ്. നമുക്ക് ജിഫ് കൺവേർട്ട് ചെയ്യാൻ നമുക്ക് ജിഫ് കറി എന്ന് പറയുന്ന പ്രോഗ്രാം ഉപയോഗിക്കാം. അത് കുറച്ചുകൂടി നല്ല പ്രോഗ്രാമാണ് കേട്ടോ. നാറ്റോറിനകത്ത് ജിഫ് സപ്പോർട്ട് ചെയ്യത്തില്ല എക്സ്പോർട്ട് ചെയ്യാൻ. അപ്പോൾ നമുക്ക് അതിന് പേര് കൊടുക്കാം വൈൻഡ് ലൂപ്പ് എന്ന് കൊടുക്കാം. വൈൻഡ് ആണോ വിൻഡ് ആണോ? ഓക്കെ, എന്നിട്ട് ഡോട്ട് കൊടുത്തിട്ട് MP4 എന്ന് കൊടുക്കാം. സാധാരണ ഗിംബിനകത്താണെങ്കിൽ ഇങ്ങനെ MP4 എന്ന് അടിക്കാൻ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇതുപോലെ ഫോർമാറ്റ് അങ്ങ് സെറ്റ് ചെയ്തോളൂ. എന്നിട്ട് സേവ് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമ്മുടെ ഇവിടെ കണക്റ്റഡ് ഒന്നും ആയിട്ടില്ല അല്ലേ. ഈ സോഴ്സ് എടുത്തിട്ട് ഈ മെർജിനകത്തോട് കൊടുക്കാം. അപ്പോൾ അത് കണക്റ്റായി ആണല്ലേ. എന്നിട്ട് വലത്ത് സൈഡിൽ വരിക. അപ്പോൾ നമുക്ക് പിന്നെ FX ഇവിടെ സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം FPS സെറ്റ് ചെയ്യാം. FPS വന്നിട്ട് താഴ്ത്തിയെടുക്കാം. ഓക്കെ, ഇതൊക്കെ സത്യം പറഞ്ഞാൽ നാറ്റോ എന്ന് പറഞ്ഞ പ്രോഗ്രാം ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യേണ്ടതാണ് ഈ കാര്യങ്ങളൊക്കെ. അപ്പം ഒരു പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്കൊക്കെ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവും. ഇവിടെ FPS സെറ്റ് ചെയ്യണം, അപ്പുറത്ത് FPS സെറ്റ് ചെയ്യണം, ഇത് എവിടെയെല്ലാം FPS സെറ്റ് ചെയ്യേണ്ടി വരും. ഇതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യേണ്ടതാണ്. അത് ആ ഡെവലപ്പർ ഭാവിയിൽ ഇമ്പ്രൂവ് ചെയ്യുന്നതാണ് ഞാൻ കരുതുന്നത്. അപ്പം താഴെ റെൻഡർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനാണ്. അപ്പോൾ നമ്മൾ ലൊക്കേഷൻ സെറ്റ് ചെയ്തു, എല്ലാം സെറ്റ് ചെയ്തു, ഇനി ഒന്നും ചെയ്യാനില്ല, റെൻഡർ കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ അതിങ്ങനെ കണക്ക് കൂട്ടിക്കിട്ട് ഇങ്ങനെ റെൻഡറിങ് സ്റ്റാർട്ട് ചെയ്യും. കണ്ടില്ലേ, ഇപ്പം ഇത്രയേ ഉള്ളൂ കാര്യം, ഇനി ഒന്നും ചെയ്യാനില്ല. നമുക്കത് നോക്കാം, അത് ജിഫ് ആക്കിയിട്ട് അത് എങ്ങനെയാണ് പ്ലേ ചെയ്യുന്നത്. അപ്പം റെൻഡർ ചെയ്യുമ്പോൾ ഇങ്ങനെ സമയം എടുക്കും, കുറച്ച് സമയം എടുക്കും ഇങ്ങനെ കണക്കൊക്കെ കൂട്ടിയിട്ട്. അപ്പം ഇവിടെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു ലൂപ്പ് വീഡിയോ ആയിട്ട് നമുക്കൊരു 1 മണിക്കൂറോ അല്ലെങ്കിൽ 10 മിനിറ്റോ ഒക്കെ ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, എന്താണെന്നറിയോ, ഇതെല്ലാം ഇങ്ങനെ പ്രോസസ്സ് ചെയ്യാണ്. കണ്ടില്ലേ, അപ്പം ഈ 116 കഴിഞ്ഞിട്ടും നമുക്ക് ലൂപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇതിനകത്ത്, സെറ്റിങ്സിനകത്ത്. റെൻഡർ ചെയ്യുമ്പോൾ പണിയാവും. ഓപ്ഷൻ എടുത്താൽ ഇല്ല. ഇവിടെ ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കില്ലേ, ഈ ഹോൾഡ് എന്നുള്ള ഓപ്ഷൻ മാറ്റിയിട്ട് ലൂപ്പ് ആക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് അറിയാം. ഈ 1 തൊട്ട് 200 വരെയുള്ള ഫ്രെയിംസ് കഴിഞ്ഞാൽ പിന്നെ ആദ്യം തൊട്ട് ഈ വീഡിയോ ലൂപ്പ് ചെയ്യാൻ തുടങ്ങും. അതായത് പിന്നെ റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങും. ഇങ്ങനെ തന്നെ നമുക്ക് വേണമെങ്കിൽ നാറ്റോണിനകത്ത് വെച്ച് തന്നെ ഒരു 10 മിനിറ്റോ 1 മണിക്കൂർ വീഡിയോ ഒക്കെ ചെയ്യാൻ പറ്റും. അത് യൂട്യൂബിലോ മറ്റും സംഗീതമൊക്കെ കൊടുത്ത് ചെയ്യാനായിട്ട്. പക്ഷെ അവിടെ ഒരു കുഴപ്പമുണ്ട്, ഇത് എപ്പോഴും പ്രോസസ്സ് ചെയ്യാണ്. ഇതിങ്ങനെ പ്രോസസ്സ് ചെയ്ത് നല്ല ടൈം എടുക്കും. അതിന് ഏറ്റവും നല്ല വഴി എന്ന് പറഞ്ഞാൽ നമുക്ക് 116 ഫ്രെയിംസ് റെൻഡർ ചെയ്തെടുത്തിട്ട് ആ വീഡിയോ ഒരു വീഡിയോ എഡിറ്റിംഗ് പ്രോഗ്രാമിനകത്തോട്ട് എടുത്തിടുക. ശേഷം വീഡിയോ എഡിറ്ററിനകത്ത് വെച്ച് തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള 4 മണിക്കൂറോളം വീഡിയോ ചെയ്താൽ മതി. കാരണം അത് പ്രോസസ്സ് ചെയ്ത ഇമേജ് ആണ്, അതിനകത്ത് ഇനി ഒന്നും ചെയ്യാനില്ല. വീഡിയോ ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക, ഫ്രെയിംസ് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ. വീഡിയോ എഡിറ്റർ സുഖമായിട്ട് അങ്ങ് കാര്യങ്ങൾ ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ ഇതേ കാര്യം തന്നെ നമുക്ക് വേണമെങ്കിൽ ബ്ലെൻഡർ എന്ന പ്രോഗ്രാമിനകത്തും വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ അതിനേക്കാൾ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് ഈ നാട്രോൺ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ നാട്രോണിനകത്ത് ചെയ്യാമെന്ന് കരുതിയത്. ബ്ലെൻഡറിനകത്ത് കൊണ്ട് മാസ്കിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പോൾ വീഡിയോ എനിക്ക് തോന്നുന്നു വളരെ ലോങ് ആയി പോയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം, പ്രോഗ്രസ് അത് കഴിയാറായോ എന്തോ. ഓക്കെ, അത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ആരെങ്കിലും ചിന്തിച്ചിരിക്കുകയാണ് ഇതൊക്കെ എന്താണ്, ഈ കർവ് എഡിറ്ററും ഡോപ്പ് ഷീറ്റും ഒക്കെ, ഇതൊക്കെ ആനിമേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്, അത് നമുക്ക് ഭാവിയിൽ നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാം കഴിഞ്ഞു. അപ്പം വേറൊരു കാര്യം, സമയാസമയം സേവ് ചെയ്തിടുക പ്രോജക്റ്റ്. എപ്പോഴാന്ന് പറയാൻ ചില വലിയ പ്രോജക്റ്റൊക്കെ ചെയ്യുകയാണെങ്കിൽ ചിലപ്പം ക്രാഷ് ആയി പോയെന്ന് വരാം. ഇവിടെ ഫയൽ എന്ന് കഴിഞ്ഞാൽ ഫയലിനകത്ത് സേവ് പ്രോജക്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. എന്നിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും ഇത് സേവ് ചെയ്തിടാം. അപ്പോൾ പിന്നീട് നമുക്ക് എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ വന്ന് മാറ്റം വരുത്താവുന്നേ ഉള്ളൂ. അപ്പം സേവ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. നമുക്ക് അതിന് വിൻഡ് ടർബൈൻ എന്ന് കൊടുക്കാം. സേവ് കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഇത് ക്ലോസ് ചെയ്യാം. ഇനി നമുക്ക് നാട്ടോണ്ട ആവശ്യമില്ല. നമുക്ക് വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇവിടെ നമ്മുടെ വിൻഡ് ലൂപ്പ് എന്ന് പറയുന്ന വീഡിയോ എത്തിയിരിക്കുകയാണ്. അപ്പം ഇത് പ്ലേ ചെയ്യാൻ പറ്റിയ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത്
MPV എന്ന് പറയുന്ന ഒരു പ്ലെയർ ആണ്. അപ്പം ഇതാണെങ്കിൽ സാധാരണ ഒരു HD വീഡിയോസ് ഒക്കെ നല്ല രീതിയിൽ പെർഫോമൻസോടെ നമുക്ക് അതായത് പ്ലേ ചെയ്ത് തരും. പക്ഷേ ഫീച്ചേഴ്സ് ഒക്കെ വളരെ കുറവായിരിക്കും, എല്ലാം ഷോർട്ട് കട്ട്സിലുള്ള പരിപാടിയായിരിക്കും. VLC പ്ലെയറിൻ്റെ അത്രയൊന്നും ഫീച്ചേഴ്സ് ഒന്നും കാണത്തില്ല, പക്ഷേ നല്ല പെർഫോമൻസ് ആണ്. ഏതൊരു വീഡിയോ കാണാനും നല്ല പെർഫോമൻസ്, അതായത് HD വീഡിയോ 4K വീഡിയോസ് ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ MPVക്കകത്ത് പ്ലേ ചെയ്യുന്നതാണ് നല്ലത്. അപ്പം MPVക്കകത്ത് ഇത് റിപ്പീറ്റ് ചെയ്ത് പ്ലേ ചെയ്യാൻ വേണ്ടി ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് L പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ലൂപ്പ് കറണ്ട് ഫയൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ, ആ ഒരു ഓപ്ഷൻ വന്നിട്ട് S എന്ന് കാണിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫുൾ സ്ക്രീൻ ഇട്ടൊന്ന് ലോഡ് പ്ലേ ചെയ്ത് നോക്കാം, എന്തായാലും ലൂപ്പ് ആയിട്ടുണ്ടോ എന്നുള്ളത് നോക്കാം. ഓക്കെ, അവിടെ ഫ്രീസ് വരുന്നുണ്ടല്ലേ, അപ്പോൾ പ്ലെയർ പോരാ, പ്ലെയർ ആ പ്ലേ ചെയ്യുന്നത് പോരാ, അവിടെ ഫ്രീസ് ചെയ്യണം, കണ്ടില്ലേ. നമുക്കത് ജിഫ് ആകിയ ശേഷം നമുക്ക് നോക്കാം അത് എങ്ങനെയുണ്ടെന്നുള്ളത്. നേരെ ചെല്ല ജിഫ് കറി, ഇതാണ് ജിഫ് കറി. ജിഫ് കറിയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ജിഫ് കറി ഒരു ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് കേട്ടോ. ആ ജിഫ് കറി ഓപ്പൺ ചെയ്യുമ്പോൾ ഇത്രയേ ഉള്ളൂ വിൻഡോ, ഒന്നുമില്ല. ഇവിടെ നമുക്ക് ഓപ്പൺ എന്നുള്ള ഓപ്ഷനാണ്, അതെടുക്കാം. എന്നിട്ട് ആ വീഡിയോ സെലക്ട് ചെയ്യാം. നമ്മുടെ വീഡിയോ സെലക്ട് ചെയ്തു, അതായത് വീഡിയോ അല്ല, വിൻ ലൂപ്പ്. ഓക്കെ, ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇവിടെ നമുക്ക് സമയമൊക്കെ സെറ്റ് ചെയ്യാവുന്നുള്ളൂ, ഒന്നും ചെയ്യാനില്ല ഇതിനകത്ത്. ഇവിടെ ഫയൽ എന്നൊരു ഓപ്ഷനാണ്, അത് കൊടുക്കാം. താഴെ അപ്ലോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ഞാനത് അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. ഞാൻ ഈ അടുത്ത കാലത്താണ് ഈ ഒരു പ്രോഗ്രാം കണ്ടുപിടിക്കുന്നത്, ഒരു കാര്യത്തിന് വേണ്ടി മാത്രം. എന്നിട്ട് വിൻ ലൂപ്പ് എന്ന് കൊടുക്കാം, എന്നിട്ട് സേവ് എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി ശ്രദ്ധിച്ചു നോക്കുക, ആ ഗിഫ് ഫയൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു സിനിമാഗ്രാഫ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഗിഫിന് ഒരു കുഴപ്പമുണ്ട്, ഈ കളർ എന്ന് പറയുന്ന സാധനം വളരെ കുറവാണ്. അതിനൊരു കളർ ലിമിറ്റേഷൻ ഉണ്ട്, അതാണ് ഈ ഒരു സ്കൈ ഒക്കെ ഉണ്ടല്ലോ ഒരു വല്ലാത്ത പോലെ ഇരിക്കുന്നത്. പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും, ആ ഗിഫ് ഇപ്പം അപ്ലോഡ് ചെയ്യാവുന്ന പരുവായി കിടക്കാണ്. കണ്ടില്ലേ, കറക്റ്റ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കൊരു സിനിമാഗ്രാഫ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമുക്കിപ്പോൾ ലോങ്ങർ ആയിട്ടുള്ള വീഡിയോ ഇപ്പോൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ വല്ല സംഗീതമൊക്കെ ചേർത്തിട്ട് അപ്ലോഡ് ചെയ്യാനാണെങ്കിൽ അത് പെർഫെക്റ്റ് ആണ്, നമുക്ക് കോപ്പി ചെയ്തിട്ടാൽ മതി. അല്ലാതെ പ്ലെയറിനകത്താണെങ്കിൽ പ്ലെയറിന്റെ പെർഫോമൻസ് അനുസരിച്ചിരിക്കുക വീഡിയോ എത്രമാത്രം നല്ല രീതിയിൽ പ്ലേ ചെയ്യുന്നുള്ളത്. അതായത് റിപ്പീറ്റ് പ്ലേ ചെയ്യുമ്പോൾ സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല, കണ്ടിന്യൂസ് ആയിട്ട് പ്ലേ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ ജിഫ് കണ്ടില്ലേ, കണ്ടിന്യൂസ് ആയിട്ട് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ചാനലിനകത്ത് പുതിയതാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ വീണ്ടും വരാം വേറൊരു വീഡിയോ ആയിട്ട്.